ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും എൻ്റെ ജ്വല്ലറിയിൽ വരണ്ട. നിങ്ങൾക്ക് പറ്റുന്ന സ്വർണ്ണം ഇല്ല. എൻ്റെ ജ്വല്ലറിയിൽ വിൽക്കുന്നത് ഹലാൽ സ്വർണ്ണമാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള ശുദ്ധമായ സ്വർണം. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ആ 99 പേരുകളിലും ഞാൻ ജ്വല്ലറി തുടങ്ങും, മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രം വിൽക്കാനുള്ള സ്വർണം വിൽക്കും എന്ന് പറഞ്ഞ ജ്വല്ലറിയാണ് അൽ മുക്താദിർ ജ്വല്ലറി. അടച്ചുപൂട്ടി, എല്ലാം പൂട്ടി, ഒന്നുമില്ല. 5000 കോടി രൂപയാണ് നിക്ഷേപകരിൽ നിന്ന്. ജ്വല്ലറിക്ക് എങ്ങനെയാണ് നിക്ഷേപം എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. ഇത് ജ്വല്ലറിയുടെ പേരിൽ ഇവർ ഒരു മണി ചെയിൻ സംവിധാനം കൂടെ നടത്തിയിരുന്നു. പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് ഏജൻറ്റുമാരെ അയക്കും. വിവാഹപ്രായമുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ ആളെ അയക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ മകൾക്ക് വിവാഹം വരുമ്പോൾ സ്വർണം ഞങ്ങൾ തരാം, പണിക്കൂലിയൊന്നും വേണ്ട. ഇപ്പോൾ ഒരു തുക അടയ്ക്കുക, എന്നിട്ട് എത്ര സ്വർണം വേണോ അതിന് ആനുപാതികമായിട്ട് തുക അടച്ചാൽ അത് വട്ടമെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്നത്തെ വിലയ്ക്ക് അന്ന് സ്വർണം തരും എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചു. പിന്നീട് ഒരുപാട് ധനാഢ്യരിൽ നിന്ന് പണം വാങ്ങിച്ചു നിക്ഷേപമായിട്ട്. ഹലാലായതുകൊണ്ട് പലിശ പറ്റില്ലല്ലോ, ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് ഒരുപാട് പേരുടെ പണം സമാഹരിച്ചു. 1400 കോടി രൂപ തട്ടിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ അനൗദ്യോഗികമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ കേസ് അന്വേഷിച്ച ടീമിലെ അംഗമായ ഒരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞത് 5000 കോടി തട്ടിയിട്ടുണ്ട്. 380 കോടി രൂപ ടാക്സ് മാത്രം കേരളത്തിൽ മാത്രം നികുതി വെട്ടിച്ചു. 44 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിൽ MG റോഡിലാണ് ആദ്യത്തെ ശാഖ തുടങ്ങിയത്. അള്ളായുടെ 99 പേരിലും ജ്വല്ലറി തുടങ്ങാൻ തീരുമാനിച്ച ഇയാളുടെ പേര് ഉടമസ്ഥൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ എന്നാണ്. ഇനി മൻസൂർ അബ്ദുൽ സലാം എന്നും പറയുന്നു. 2 പേരുണ്ട്. ഒരാൾക്ക് 2 പേരെങ്ങനെ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും 2 പേര് ഇയാൾക്കുണ്ട്. ഡോക്ടറേറ്റ് ഉണ്ട്, പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും താടിയും തൊപ്പിയും ഒക്കെ വെച്ചാൽ ഈ ചങ്ങായിയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പുറത്ത് വാർത്തയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥാപനം അടച്ചുപൂട്ടി. സ്ഥാപനത്തിൽ ബഹളം, ആൾക്കൂട്ടം ബഹളം. പക്ഷേ സ്ഥാപനം തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? മുസ്ലിം മതപണ്ഡിതന്മാരെയൊക്കെ വിളിക്കും, എന്നിട്ട് മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കും. ഇവരെയൊക്കെ കാണിച്ച് ഇവരുടെയൊക്കെ ചിത്രം വെച്ച് കോടിക്കണക്കിന് രൂപ മലയാളത്തിലെ പത്രമാധ്യമങ്ങൾക്ക് പരസ്യമായി കൊടുത്തു. പാവപ്പെട്ട ജനങ്ങളുടെ, പാവപ്പെട്ട ഉമ്മമാരുടെ പൈസയുണ്ട്, അവരുടെ പെൺമക്കളെ കെട്ടിക്കാൻ വെച്ച പണമുണ്ട്. ഇതെല്ലാം അടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാ ശാഖകളും പൂട്ടി. മുംബൈയിലെ ശാഖകൾ പൂട്ടി, ദുബായിലെ ശാഖകൾ പൂട്ടി. പക്ഷേ എവിടെ പോയി? ഈ കേസിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ആകെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഗ്ലോബൽ മാനേജർ ഗുൽസാർ അഹമ്മദ് സെറ്റ് എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ്. മുതലാളി എവിടെ? മുതലാളിയുടെ വീട്ടിൽ പോയി ആളുകൾ സമരമൊക്കെ ചെയ്തു. പാവപ്പെട്ട തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ, പണക്കാർ കള്ളപ്പണം കൊണ്ട് നിക്ഷേപിച്ചവരുടെയൊക്കെ കാശ് പോയി. മിണ്ടാൻ പറ്റില്ല. അത്ര രൂപ പോയി എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഈ കാശെന്ന് ചോദിക്കുന്നത് ഉള്ളതുകൊണ്ട് പരാതിയില്ല. പിന്നെ വേണമെങ്കിൽ പറയാം, നിക്ഷേപിച്ചിരിക്കുന്നവരിൽ 99% ഈ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കാശ് എനിക്ക് വേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന ആഭരണമൊന്നുമില്ല എന്ന് പരസ്യത്തിൽ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും കുറച്ചാണ് പോയത്. മുസ്ലിംകളെ പച്ചയ്ക്ക് പറ്റിച്ച ഒരു സ്ഥാപനം. അതിലെ മുഹമ്മദ് മൻസൂർ എന്ന് പറയുന്ന മുതലാളി എവിടെയാണ്? കാണാനില്ലാതായിട്ട് വർഷം 1 കഴിഞ്ഞു. കേരള പോലീസ് അന്വേഷിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ പിടിക്കണ്ടേ, തേടിപ്പോവണ്ടേ? നോക്കൂ, ഞാനിത് സംസാരിക്കുന്ന ഓഗസ്റ്റ് മാസം 19-ാം തീയതിക്ക് 1 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 25-ന് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ മുമ്പാകെയാണ് കേസ് വന്നത്. പണം നഷ്ടപ്പെട്ട ഏതാണ്ട് 50ഓളം നിക്ഷേപകർ കേസ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 1400 കോടി തട്ടിച്ചു എന്ന് പറയുന്ന കേസാണ്. ഇയാൾ മുഹമ്മദ് മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളം വിട്ടു, ഇന്ത്യ വിട്ടു, ദുബായിൽ എവിടെയോ ആണെന്ന് പറയുന്നു. ദുബായിലേക്ക് 50 കോടി രൂപ കടത്തി എന്നൊരു വേറൊരു കേസുമുണ്ട്. 50 കോടിയൊന്നുമല്ല, 5000 കോടി കിട്ടിയിട്ട് അതിൽ 50 ആണോ? അത് മുഴുവൻ കടത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്നതിൽ കേരള പോലീസ് അലംഭാവം കാട്ടുന്നു. ഇത് CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ പോയി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ CBIക്കും കേരള സർക്കാരിനും നോട്ടീസ് അയച്ചു. പിന്നെ ഒന്നും നടന്നില്ല. 1 വർഷമാകുന്നു. 1 വർഷം. നമ്മുടെ നാട്ടിൽ PC ജോർജിനെ പിടിക്കാൻ, TG മോഹൻദാസിനെ പിടിക്കാൻ പോലീസിന് എന്തൊരു ജാഗ്രതയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പാഞ്ഞു വന്ന് പാതിരാത്രിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എന്നാൽ പാവപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളുടെ കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപ അടിച്ചു കൊണ്ടുപോയ ഇയാളെ ഒന്ന് തൊടാൻ
പോലീസ് തയ്യാറാവുന്നില്ല. CBIക്ക് കേസ് വിടണം എന്ന് ആവശ്യപ്പെട്ട് പണം പോയ ആളുകൾ കൊടുത്ത കേസിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. പിണറായിയുടെ കാലത്തും തയ്യാറായിട്ടില്ല. ഇനി സതീശൻ്റെ കാലത്ത് തയ്യാറാകുമോ? എനിക്കറിയില്ല. ഈ പൈസ പോയ പാവങ്ങൾക്ക് ഹൈക്കോടതി കേസ് നടത്താൻ ശേഷിയില്ലാത്തതുകൊണ്ടാണോ എന്നും എനിക്ക് സംശയമുണ്ട്. അവർ പിന്നീട് അതിൻ്റെ പിന്നാലെ പോയി കാണുന്നില്ല. അതോ ഇനി അവരെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ, കേസ് കൊടുത്തവന് ഉള്ള ചില്ലറ കൊടുത്ത് ഒതുക്കി തീർത്തതാണോ എന്നറിയില്ല. പക്ഷേ കേസ് ഹൈക്കോടതിയിലില്ലേ? കേസ് പിൻവലിച്ചിട്ടില്ലല്ലോ. സംസ്ഥാന സർക്കാർ, കേരള പോലീസ് പറയണ്ടേ, ദുബായി പോയി ഒളിച്ചാൽ അയാളെ പിടിക്കണമെങ്കിൽ, ഈ മുഹമ്മദ് മൻസൂറിനെ പിടിക്കണമെങ്കിൽ ഇന്റർപോളിൻ്റെ സഹായം വേണം, റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണം. ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ ഏജൻസി എന്ന് പറഞ്ഞ CBI ആണ്. കേരള പോലീസിന് ദുബായി പോയി പിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇത്ര വലിയ കൊള്ള നടത്തിയ മുഹമ്മദ് മൻസൂറിനെ അൽ മുക്താദിർ മുതലാളിയെ പിടിക്കാൻ കേരള സർക്കാർ പിണറായിയുടെ കാലത്തും ഇപ്പോൾ സതീശൻ്റെ 100 ദിവസം പിന്നിട്ട സതീശൻ്റെ കാലത്തും ചെറുവിരൽ അനക്കാത്തത്? CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയിൽ നോട്ടീസ് അയച്ച് 1 വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടി ഇല്ലാത്തത് എന്തുകൊണ്ട്? ആ കേസ് എന്താണ്? വളരെ പെട്ടെന്ന് പാവങ്ങളുടെ പണം പോയ കേസാണ്. ഏതാണ്ട് 1400 5000 കോടി ആവട്ടെ, ഇനി 5000 ഇല്ല 1400 എന്ന് കേരള പോലീസ് പറയുന്ന കണക്ക് തന്നെ ആവട്ടെ, അത് പണമല്ലേ? സാധാരണക്കാരൻ്റെ പണമല്ലേ? ജനങ്ങളെ പറ്റിച്ച പണമല്ലേ? ഒരുത്തൻ ഒരു ജ്വല്ലറി അങ്ങ് തുടങ്ങുന്നു. ഇത് വലിയ തമാശ എന്ന് പറയുന്നറിയോ? ഒരു ജ്വല്ലറി അൽ മുക്താദിർ എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. ആ ജ്വല്ലറി തന്നെ 2 മാസം കഴിയുമ്പോഴത്തേക്ക് അൽ ബർ എന്നും പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ അൽ തബാബ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. 99 പേരുണ്ടല്ലോ. ഒരു ജ്വല്ലറി തന്നെ 3-4 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്ന തട്ടിപ്പും കേരളം കണ്ടു. പക്ഷേ ഇതിലെ ഒരു വലിയ പങ്ക് പാവങ്ങളുടെ പണമെടുത്ത് തിന്നിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമ മുതലാളിമാർ. എല്ലാ പത്രങ്ങൾക്കും അൽ മുക്താദിർ എന്ന് പറയുന്ന ജ്വല്ലറിയുടെ ജാക്കറ്റ് പരസ്യം 1-ാം പേജ് പരസ്യമായിരുന്നു. എത്ര രൂപയാണ് വിഷ്വൽ മീഡിയയ്ക്ക് കിട്ടിയത്? ഇവരാരും മിണ്ടില്ല. വാങ്ങി തിന്ന് നക്കിയതിൻ്റെ നന്ദി. പക്ഷെ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് സർക്കാരിന് കിട്ടേണ്ടുന്ന 380 കോടി രൂപയുടെ ആദായ നികുതി പോലും അടയ്ക്കാതെ മുങ്ങിയ ആളെയാണ് പിടിക്കാനൊന്നും ചെയ്യാത്തത്. കേരള സർക്കാരിന് ബാധ്യതയുണ്ട്. പിണറായിക്ക് എന്ത് കിട്ടി ഇയാളെ സഹായിച്ചിട്ട് എന്നാരെങ്കിലും ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇനി പിണറായിക്ക് മാത്രമല്ല, VD സതീശനും എന്തെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ UDFനും വല്ലതും കിട്ടിയോ എന്ന് നാളെ ആളുകൾ ചോദിക്കും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളിത് നടപടിയെടുക്കണം. കേരള ഹൈക്കോടതിയിലിരിക്കുന്ന CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഈ ഹർജിയിൽ മുഹമ്മദ് മൻസൂറിനെ പിടിക്കാൻ കേരള പോലീസിന് കഴിയാത്തത് കൊണ്ട്, കേരള പോലീസ് അനങ്ങാത്തതുകൊണ്ട്, ഇയാൾ ദുബായിക്ക് പോകുന്നതിന് മുമ്പ്, ഗൾഫിലേക്ക് മുങ്ങുന്നതിന് മുമ്പ് കേരള പോലീസിന് വേണമെങ്കിൽ പിടിക്കാമായിരുന്നല്ലോ. പിടിച്ചില്ല. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ അലേർട്ട് കൊടുത്താൽ, വാണ്ടഡായിട്ട് പ്രഖ്യാപിച്ചാൽ പിടിക്കാമായിരുന്നല്ലോ. പിടിച്ചില്ല. പോണെങ്കിൽ പൊക്കോട്ടെ, പറന്നു പൊയ്ക്കോട്ടെ എന്ന് വെച്ചു. അതിൻ്റെയൊക്കെ പങ്ക് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ജനം സംശയിച്ചാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ അവകാശമില്ല. ആളുകളെ കൊള്ളയടിച്ചവനാണ്, മതം പറഞ്ഞ് കൊള്ളയടിച്ചവനാണ്. മതം പറഞ്ഞ് പഹൽഗാമിൽ കൊന്നെങ്കിൽ ഇവിടെ മതം പറഞ്ഞ് പണമുണ്ടാക്കിയവനാണ്. മതം പറഞ്ഞ് പിന്നെ സ്വന്തം മതക്കാരെ മാത്രമേ പറ്റിച്ചുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കെന്താ? ഇനി നാളെ ആരെങ്കിലും ചോദിക്കും, പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ച പോലെ, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച പോലെ, ഞങ്ങളുടെ സമുദായക്കാരൻ ഞങ്ങളുടെ കാശ് അടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിക്കുന്ന ദീനികളായ മുസ്ലിമുകൾ വരുമെന്ന് എനിക്കറിയില്ല. കാരണം മുസ്ലിം പണ്ഡിതന്മാരെ വെച്ചിട്ടാണ് ഈ എല്ലാ സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്ത്. തൊപ്പിക്കാരും താടിക്കാരും ഒക്കെ ഉണ്ടായിരുന്നേ. ശരിക്കും ഒരു ഇസ്ലാമിക ചടങ്ങ് പോലെയാണ് അൽ മുക്താദിർ ജ്വല്ലറി കേരളത്തിൽ ആരംഭിച്ചതും പ്രവർത്തിച്ചതും മുന്നോട്ട് പോയത്. ആ ജ്വല്ലറിക്കകത്ത് കയറിയാലും കാണുന്നത് തൊപ്പി വെച്ചവരെയും സ്കൾ കാപ്പ് വെച്ചവരെയൊക്കെ ആയിരുന്നു. അവരായിരുന്നു കച്ചവടക്കാരും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൃത്യമായി മതം പറഞ്ഞ് ഹലാൽ ഫ്ലാറ്റുകളുണ്ട് കേരളത്തിൽ. ഹലാൽ ഫ്ലാറ്റുകൾ, ഹലാൽ കോളേജുകളുണ്ട്. ഇനി ഹലാൽ യൂണിവേഴ്സിറ്റി കൂടി വന്നാൽ മതി. പക്ഷേ ഹലാൽ ജ്വല്ലറി തുടങ്ങിയിട്ട് ഇത്ര വലിയ തുക കബളിപ്പിച്ച് പോയതിൽ ആർക്കും പരാതിയില്ല എന്നാണോ? അല്ല, പരാതി ഉള്ളവരാണ് ഹൈക്കോടതിയിൽ പോയത്. മിനിമം ഹൈക്കോടതി പോയ 50 പേരുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ പരാതിയെങ്കിലും കേൾക്കണ്ടേ? നടപടി വേണ്ടേ? പണം തട്ടിക്കൊണ്ട് നാട് വിടുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ കേരള സർക്കാർ? ഇടതാവട്ടെ വലതാവട്ടെ, എനിക്ക് തോന്നുന്നില്ല അൽ മുക്താദിറിനെ തൊടാൻ VD സതീശൻ്റെ സർക്കാരും തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അൽ മുക്താദിറിൻ്റെ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് കൂടെ നിന്ന ആളുകൾ ഇന്ന് അധികാരമുള്ളവരാണ്. സതീശൻ്റെ സർക്കാരിൽ വലിയ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന പല ആളുകളും ഈ അൽ മുക്താദിറിൻ്റെ പല ബ്രാഞ്ചുകളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്.
ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ അതിഥികളായി വിളിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വരുന്ന ആൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണം കൊടുക്കും. ആ ഉദ്ഘാടന ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കും. ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് കൊടുക്കുന്ന സമ്മാനം എന്താ? സ്വർണ്ണമായിരിക്കും. സ്വർണം മിനിമം ഒരു 10 പവൻ വീതം കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ വാങ്ങി വെച്ച ആളുകൾ നന്ദിയോടെ വാല് ആട്ടി ആട്ടി കാല് നക്കി നക്കി നിൽക്കും. പക്ഷേ 5000 കോടി പോയവർക്ക് പരാതിയില്ലെങ്കിൽ പോട്ടെ, സംസ്ഥാന സർക്കാരിന് ഇൻകം ടാക്സ് വകുപ്പിന് കിട്ടേണ്ട 380 കോടി രൂപ കിട്ടണ്ടേ? അതെങ്കിലും ഈടാക്കണ്ടേ? പിടിക്കുക തന്നെ വേണം. പക്ഷേ ആര് പിടിക്കും? കേരള ഹൈക്കോടതിയിൽ ഈ കേസ് വന്നിട്ട് നോട്ടീസ് അയച്ചിട്ട് 1 വർഷം കഴിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് തിരഞ്ഞു നോക്കി. എൻ്റെ കയ്യിൽ റിട്ട് പെറ്റീഷൻ്റെ നമ്പറും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കിയിട്ടും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ആ കേസ് നീങ്ങിയതായിട്ട് കാണുന്നില്ല. ക്രിമിനൽ റിട്ട് പെറ്റീഷനാണ് കൊടുത്തിരിക്കുന്നത്. 1 വർഷമായി. CBI അന്വേഷണത്തിലൂടെ മാത്രമേ മുഹമ്മദ് മൻസൂറിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ, അയാളെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊള്ളയടിച്ചിട്ട് പോകുന്ന, രാജ്യത്തെ കൊള്ളയടിച്ചിട്ട് പോകുന്ന ആളുകളുടെ പേരിൽ നിലവിളിക്കുന്ന ആളുകൾ എന്താണ്? മുഹമ്മദ് മൻസൂറിനെ കുറിച്ച് മിണ്ടാത്തത്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ വലിയ തട്ടിപ്പ് ഒരുപാട് കാലം മുമ്പല്ല, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇയാൾ മുങ്ങിയിട്ട്. ഇപ്പോഴും ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അൽ മുക്താദിറിനെ കുറിച്ച് മിണ്ടാത്തത്? കേരളത്തിലെ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക കൊള്ള, വിശ്വാസം ചൂഷണം ചെയ്ത് മതം ചൂഷണം ചെയ്ത് നടത്തിയ ഈ കൊള്ളയെ സഹായിക്കുന്ന ആളുകൾ പങ്കുപറ്റിയവർ തന്നെയാണ്. അത് ഉറക്കം വിളിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കേസ് CBIക്ക് വിട്ട് മുഹമ്മദ് മൻസൂർ എന്ന ഈ തട്ടിപ്പുകാരനെ മതം പറഞ്ഞ് ഹലാൽ സ്വർണം വിറ്റ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കാശരിക്ക് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞ ഇയാളെ, പാവപ്പെട്ട മുസ്ലിമുകളെ കബളിപ്പിച്ച ഇയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ജയിലിലാക്കാൻ VD സതീശൻ സർക്കാരിന് തൻ്റെ ഇടമുണ്ടോ, നട്ടല്ലുണ്ടോ എന്ന് നമുക്ക് കാണാം. കാത്തിരിക്കാം. ഇത് മറന്നുപോയെങ്കിൽ ഓർമ്മിപ്പിക്കാനാണ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു വന്ന കേസിൻ്റെ വാർഷികത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്തത്. മറുപടി പറയേണ്ടവർ മറുപടി പറയണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ, കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞങ്ങളുണ്ട്. ഇന്ത്യ ലൈവ് ഉണ്ട്. ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യണേ.